ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ വാങ്ങി വെച്ച മീനാണ് കേട്ടോ. ഇന്നലെ വാങ്ങി നൈറ്റാണ് ഇവിടെ മീൻ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങി വെച്ച മീനാണ്. അപ്പോൾ എനിക്ക് ചൂരയുടെ തലയുടെ പകുതിയുടെ പകുതി അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെ മുറിച്ചിട്ടാണ് കിട്ടിയത്. 100 രൂപ എന്തോ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇത് തലയുടെ ഭാഗം ആയതുകൊണ്ട് ആ അങ്കിൾ എന്തോ എന്തോ ഒരു അലിവ് തോന്നി, മനസ്സിനൊരു അലിവ് തോന്നി. എനിക്ക് കുറച്ച് നെത്തോലിയും കൂടെ എടുത്തിട്ട് തന്നു. അപ്പോൾ പിന്നെ രാത്രി കറിയും സാധനങ്ങളും സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെച്ചില്ല. പിന്നെ പിറ്റേന്ന് വെക്കാമെന്നും പറഞ്ഞ് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ ഞാൻ മക്കളെ സ്കൂളിൽ വിടുമ്പോൾ നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ കറികളൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഇത് വൈകിട്ട് എടുക്കാമെന്ന് പറഞ്ഞാണ് ഞാനിപ്പോൾ എടുത്തത്. മീൻ വെട്ടിയിട്ട് ഞാൻ കുളിക്കാൻ പോയി കേട്ടോ. കുളിച്ചിട്ട് വന്ന് ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞാൽ പോയത്. പിന്നെ ഞാൻ വന്നിട്ട് അതിന് വേണ്ട വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ സവാളയൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ തക്കാളി എടുത്തു. തക്കാളി ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് പരിപാടിയിലോട്ട് കയറാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ, നമുക്ക് ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കുക. എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ എടുത്ത് കടുക് വറുത്തിട്ട് നമ്മൾ ഈ സവാള ഉണ്ടല്ലോ, സവാളയാണോ കുഞ്ഞുള്ളിയാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തിട്ട് അതൊന്ന് വഴട്ടുക. ഞാൻ വഴറ്റിയതിന് ശേഷമാണ് കറിവേപ്പില ഇട്ടത്. അതിനുശേഷം വഴണ്ട് വന്നപ്പോഴാണ് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയുടെയും അത് പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർക്കുന്നത്. അത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത് കേട്ടോ. ഇടയ്ക്ക് ഞാൻ തക്കാളിയും കൂടെ ചേർത്തായിരുന്നു. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് എടുത്തിട്ട് പച്ചമണം മാറുമ്പോൾ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മഞ്ഞപ്പൊടി, ഉലുവപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുക്കുക. പുളിസെ പോലത്തെ കണ്ണ് നിങ്ങൾ കണ്ടു, എനിക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അത് അടച്ചു വെക്കുക. പിന്നെ ഞാൻ നെത്തോലി എടുത്തു. നെത്തോലി വറുക്കാനായിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വിരവിയില്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് വെച്ചിട്ട് അതും കൂടെ വറുത്തെടുക്കാം. അങ്ങനെ പിന്നെ ഞാൻ മീൻകറി എടുത്ത് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോഴും പിന്നെ തിളച്ചായിരുന്നു, തിളച്ച് നല്ല വെന്ത് വന്നായിരുന്നു. പിന്നെ ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് രണ്ടിലും, പൊരിച്ച മീനിലും ഇട്ടു മറ്റേതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നും ഇവിടെ രാത്രി കാപ്പിയാണ് മക്കൾ കഴിക്കുന്നത്. ഇന്ന് ഞാൻ പിന്നെ കറി വെച്ചതുകൊണ്ട് കാപ്പിക്ക് വേറെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോറ് തന്നെ അടിച്ചേൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിളമ്പിക്കൊണ്ട് വന്നേ. രാവിലത്തെ മെഴുക്കുരുട്ടി, കോവയ്ക്ക മെഴുക്കുരുട്ടി ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറ്, മീൻകറി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അബിയോട് കഴിക്കാൻ പറഞ്ഞപ്പോൾ അബി ഭയങ്കര പഠിത്തം കേട്ടോ. പിന്നെ ഞാനും കൂടെ ഇരുന്ന് കഴിച്ചു. അവൻ പിന്നെ എഴുതിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാം കഴിച്ചു. പിന്നെ ഇത്രയൊക്കെയാണ് വിശേഷം. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ, സീ യു.